ഇഫ്താറിന് ചിക്കൻ 65 ഉണ്ടാക്കലുണ്ടോ നിങ്ങൾ? അടിപൊളിയാണോ? നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ തുടങ്ങല്ലേ. ഒരു ബൗളിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചതും 1/4 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. പിന്നെ നമ്മുടെ ഇന്ത്യൻ ഫുഡിന്റെ ഹരം പകരുന്ന ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ സോയ സോസും കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മൈദയും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്തതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടി പോകരുതേ. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചിക്കനും കൂടിയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ ബ്രൂട്ടീഷനൊക്കെ കഴിഞ്ഞ് 15 മിനിറ്റ് ഫ്രിഡ്ജിലിരുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ കോട്ടിങ് പെട്ടെന്ന് കരിഞ്ഞു പോവും, ചിക്കൻ ഒട്ട് വേഗമില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കണ്ടില്ലേ, നല്ല റെഡ് കളറിൽ നമ്മുടെ ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ കാണാം. ബൈ ബൈ.